സിനിമ കഥ പോലെ പ്രണയവും ആഘോഷവും ദുരന്തങ്ങളും നിറഞ്ഞ മലപ്പുറം കോട്ടയ്ക്കലിലെ ഒരു പെൺകുട്ടിയുടെ ജീവിതം. +2 പഠിക്കുന്ന സമയത്ത് തുടങ്ങിയ പ്രണയം. വീട്ടുകാരറിയാതെ കാമുകനൊപ്പം അവൾ പലയിടത്തും ചുറ്റിക്കറങ്ങി. മാതാപിതാക്കളെക്കാൾ ആൺസുഹൃത്തിനെ സ്നേഹിച്ചു. എന്നാൽ മകളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അവൾ ലഹരിക്കടിമയാണെന്ന് കുടുംബം മനസ്സിലാക്കിയത്. പിന്നീട് ഡി അഡിക്ഷൻ സെന്ററിൽ മാസങ്ങൾ നീണ്ട ചികിത്സ. ലഹരിയിൽ നിന്നും മുക്തി നേടിയപ്പോഴാണ് കാമുകനായ വേങ്ങര സ്വദേശി അബ്ദുൾ ഗഫൂറിന്റെ ചതി ആ പെൺകുട്ടി തിരിച്ചറിയുന്നത്. ഭക്ഷണത്തിൽ രാസലഹരി നൽകിയായിരുന്നു ലൈംഗിക പീഡനം. അവൾ അറിയാതെ പകർത്തിയ നഗ്നചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും തട്ടി. കേസിൽ പോക്സോ വകുപ്പ് ചുമത്തി പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി നൽകി ലഹരിക്കടിമയാക്കിയാണ് പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചത്. 2020 +1 വിദ്യാർത്ഥിനിയായിരിക്കെ തുടങ്ങിയ പീഡനം 2025 മാർച്ച് വരെ തുടർന്നതായി പോലീസ് പറയുന്നു. അതിജീവിതയുടെ നഗ്നദൃശ്യം പകർത്തിയ പ്രതി സ്വർണ്ണാഭരണവും തട്ടിയെടുത്തു. ഏറെ നാളത്തെ ചികിത്സയെ തുടർന്ന് ലഹരി ഉപയോഗത്തിൽ നിന്ന് മോചിതയായ ശേഷമാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്. കോട്ടക്കൽ പോലീസാണ് പ്രതി 23-കാരനായ അബ്ദുൾ ഗഫൂറിനെ അറസ്റ്റ് ചെയ്തത്. പ്രണയം നടിച്ചായിരുന്നു യുവാവ് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത്. പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ സമയത്താണ് ലഹരിക്കടിമയാണെന്ന് പെൺകുട്ടി പോലും തിരിച്ചറിയുന്നത്. ഇതിന് പിന്നാലെ പെൺകുട്ടിയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. ചികിത്സയിലൂടെ പെൺകുട്ടി ലഹരിയിൽ നിന്ന് മുക്തയായി. പിന്നാലെയാണ് വർഷങ്ങൾ നീണ്ട പീഡന വിവരങ്ങൾ പെൺകുട്ടി വെളിപ്പെടുത്തിയത്. തുടർന്ന് വീട്ടുകാർ കോട്ടക്കൽ പോലീസിനെ സമീപിക്കുകയായിരുന്നു. അധികം സൗഹൃദം നടിച്ച ശേഷം അടുത്ത പരിചയമായ ശേഷം പിന്നീട് ഫുഡ് കഴിക്കാനെ കുട്ടിയെ വിളിക്കുക. ആ ഫുഡിൽ കുട്ടി അറിയാതെ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കലർത്തിക്കുന്നത്. അങ്ങനെ കുട്ടിയുടെ ഒരു പ്രത്യേക ഒരു അടുപ്പം സ്ഥാപിച്ച ശേഷം പിന്നീട് ഇത്തരം ഫുഡുകൾ ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുക. അങ്ങനെ കുട്ടിയെ മറ്റ് ലൈംഗികരണം ഉപയോഗിക്കുക. അങ്ങനെ കുട്ടിയെ പ്രണയത്തിന്റെ അടിമയാക്കി മാറ്റുക. അതിനുശേഷം കുട്ടി പിന്നീട് വീട്ടുകാരുടെ എല്ലാം ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലില് മെല്ലെ ഈ മറ്റ് ഡ്രഗ്സിന്റെ എസ്കേപ്പ് ചെയ്യാനുള്ള ചില ചികിത്സകൾക്ക് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് ഒരു കെണിയിലാണ് താൻ അകപ്പെട്ടത് മനസ്സിലാവുന്നത്. പോലീസിന് സഹായം തേടുന്നത്. നമ്മൾ ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ പ്രതിക്ക് മുമ്പ് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ MDMA വിറ്റതിന് മറ്റൊരു കേസുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പ്രണയം നടത്താൻ വേണ്ടിയിട്ട് ലഹരി ഉപയോഗിച്ചിട്ട് അടിമയാക്കിയിട്ട് പിന്നീട് ലൈംഗിക പീഡനം നടത്തുന്ന ഈ ഒരു സിസ്റ്റം രക്ഷിതാക്കൾ വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു സമയമാണിത്. സംഭവത്തിൽ പോലീസ് വിശദമായി അന്വേഷണം നടത്തിയ ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അബ്ദുൾ ഗഫൂർ നേരത്തെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പ്രതിയെ പോക്സോ കേസ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ.